രാധേകൃഷ്ണ. ശ്രീമൻ നാരായണീയം ദശകം 35 ശ്ലോകം 9. കഴിഞ്ഞ ശ്ലോകത്തിൽ സീതാദേവിക്ക് വാൽമീകിയുടെ ആശ്രമത്തിൽ 2 പുത്രന്മാർ ജനിച്ചതായി കണ്ടു. പിന്നീട് രാമ അവിടുന്ന് അശ്വമേധയാഗം നടത്തുമ്പോൾ വാൽമീകി മഹർഷിയുടെ ആജ്ഞയനുസരിച്ച് താൻ രചിച്ച രാമായണ കാവ്യം അങ്ങയുടെ പുത്രന്മാരായ ലവകുശന്മാർ അതിഭംഗിയായി പാടി കേൾപ്പിച്ചു. അത് കേട്ട് അവിടുന്ന് അവർ ആരാണെന്ന് മനസ്സിലാക്കിയതും സീതയെ വീണ്ടും വിളിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. എന്നാൽ വീണ്ടും അഗ്നിപ്രവേശം ചെയ്യണമെന്നായപ്പോൾ സീതാദേവി ഭൂമിദേവിയോട് പ്രാർത്ഥിച്ചു, ഞാൻ പതിവ്രതയാണെങ്കിൽ എന്നെ സ്വീകരിച്ചാലും എന്ന്. ഉടനെ ഭൂമി പിളർന്ന് സീതാദേവിയെ ഉള്ളിലേക്ക് എടുത്തു. അതേസമയം യമരാജൻ രാമ അവിടുന്നിൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയായതും ഇനി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വരാനുള്ള സമയമായി എന്ന വിവരം അറിയിച്ചു. അവരുടെ സംഭാഷണത്തിനിടയിൽ ആരെയും കടത്തിവിടരുതെന്ന് ലക്ഷ്മണനോട് പറഞ്ഞിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ അത് സാധ്യമാകാതെ വന്നപ്പോൾ രാമ അവിടുന്ന് എല്ലായ്പ്പോഴും കൂട്ടായി നിന്ന ലക്ഷ്മണനെ പോലും ഉപേക്ഷിക്കേണ്ടതായി വന്നു. പിന്നീട് രാമ അവിടുന്ന് സരയൂ നദിയിൽ തന്നോടൊപ്പം പ്രാണത്യാഗം ചെയ്ത എല്ലാവർക്കും മോക്ഷം നൽകി താനും തൻ്റെ യഥാസ്ഥാനമായ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ ഭട്ടതിരി പറഞ്ഞിട്ടുള്ളത്. അയോധ്യയിൽ സരയൂ നദിയിലുള്ള ഗുപ്താർ ഘാട്ട് എന്ന സ്ഥലത്താണ് ശ്രീരാമർ തൻ്റെ ശരീരം ഉപേക്ഷിച്ചിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയതായി പറയപ്പെടുന്നത്. വാൽമീകേ ത്വത്സുതോദ്ഗാപിത വാൽമീകേ ത്വത്സുതോദ്ഗാപിത മധുരകൃതേർ ആജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേ ക്ഷിതിമവിസദസൗ ത്വം ച കാലാർത്ഥിതോ ഭൂ ഹേതോ സൗമിത്രികാതി സ്വയമദസരയൂമഗ്ന നിശേഷഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവവൈകുണ്ഠമാദ്യം വാൽമീകേ ത്വത്സുതോദ്ഗാപിത മധുരകൃതേരാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തു കാമേ ക്ഷിതിമവിസദസൗ ത്വം ച കാലാർത്ഥിതോ ഭൂ ഹേതോ സൗമിത്രികാതി സ്വയമദസരയൂമഗ്ന നിശേഷഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവവൈകുണ്ഠമാദ്യം. രാധേകൃഷ്ണ. മുന്തിന ശ്ലോകത്തിൽ സീതാദേവിക്ക് വാൽമീകി മഹർഷിயின் ஆசிரமத்தில் 2 புத்திரர்கள் பிறந்ததாய் பார்த்தோம். அதன் பிறகு ராமா நீ அஸ்வமேத யாகம் நடத்தும் பொழுது வால்மீகியின் ஆజ్ఞைப்படி தனது காவியமான ராமாயணத்தை ராமா உனது புதல்வர்கள் லவ குஷா இருவரும் மிகவும் அருமையாக பாடினார். அதை கேட்டதும் அவர்கள் தனது புதல்வர்கள் என தெரிந்து கொண்டாய். சீதையை மீண்டும் அழைத்து வருவதற்கு ஆசைப்பட்டாய். ஆனால் மீண்டும் அக்னி பிரவேசம் செய்யணும் என்றதால் சீதாதேவி தான் பதிவிரதையானால் தன்னை ஏற்றுக்கொள்ளும்படி பூமாதேவியிடம் பிரார்த்தனை செய்தாள். உடனே பூமி பிளர்ந்து சீதாதேவி அதனுள் மறைந்தாள். ஆனால் அதன் பிறகு யமதர்மன் ராமா உன்னிடம் வந்து உனது அவதார லட்சியங்கள் முடிந்துவிட்டதாகவும் வைகுண்டத்திற்கு வரும் வேளை வந்துவிட்டதாகவும் கூறினான். ராமா அப்பொழுது எவரையும் அனுமதிக்க வேண்டாம் என்று நீ லக்ஷ்மணனிடம் ஆജ്ഞயிட்டாய். ஆனால் சந்தர்ப்பவசால் அதை கடைபிடிக்க முடியாததால் ராமா உனக்கு எப்பொழுதும் உறுதுணையாக இருந்த லக்ஷ்மணனையே உனக்கு தியாகம் பண்ண நேர்ந்தது. பிறகு ராமா உன்னுடன் சரையூ நதியில் உயிர் தியாகம் பண்ணினவர்களுக்கு மோட்சம் நல்கி நீயும் வைகுண்டத்தை அடைந்தாய் என்று பட்டதிரி இந்த ஸ்லோகத்தில் சொல்லியுள்ளார். அயோத்தியில் சரையூ நதியில் இருக்கும் குப்தார் காட் என்கிற இடத்தில்தான் ஸ்ரீராமர் தனது உடலை தியாகம் பண்ணி
வைகுண்டத்திற்கு போனதாக சொல்லப்படுகிறது. இனி அடுத்த வீடியோவில் மற்ற ஸ்லோகங்களை பற்றி பார்ப்போம். சர்வத்திர கோவிந்த நாம சங்கீர்த்தனம். கோவிந்தா கோவிந்தா. ராதே கிருஷ்ணா.